ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എപ്പോഴും ഒരുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആവരുത്, നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഹെൽത്തി ആയി ഉണ്ടാക്കും വേണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണോ? ഇന്നാ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. 3/4 കപ്പ് ഫൈൻ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. തിളച്ച വെള്ളം ചേർത്ത് കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാം. അതേ സ്പൂണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം കയ്യിൽ മിക്സ് ചെയ്താൽ മതി. കുറേശ്ശെ മാവ് തണുത്തുണ്ട്, നമുക്ക് കയ്യിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു. 5 മിനിറ്റ് ഈ മാവ് ഇങ്ങനെ മാറ്റി വെക്കും. കുറച്ച് വെള്ളക്കടലയും കറുത്ത കടലയും എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കടലയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കടല വേവാനുള്ള വെള്ളം ചേർത്ത് 3 വിസിൽ വിട്ടെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ബോൾസ് ആക്കിയതിന് ശേഷം ഇത് ആവി കയറ്റാനുള്ളതാണ്. ഏത് പാത്രത്തിലാണോ ആവി കയറ്റണേ ആ പാത്രത്തിൽ ഇത്തിരി നെയ്യ് തേച്ച് കൊടുത്ത് ബോൾസ് വെച്ചാൽ മതി. എത്ര ചെറുതായിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിക്കോളൂട്ടോ. ബോൾസ് ഈ വലിപ്പത്തിലാണ് ആക്കണേ. എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തു. 10 മിനിറ്റ് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. നമ്മൾ വെച്ച കൊഴുക്കട്ടയൊക്കെ വെന്തുണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. കൊഴുക്കട്ടയും തണുത്തു, കടലയും വേവിച്ചെടുത്തു. ഇനി നമുക്ക് റെഡിയാണ്. പാനിലേക്ക് വറുത്തിടാൻ ആവശ്യമുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 സവാള, കുറച്ച് വേപ്പില, എല്ലാം മിക്സ് ചെയ്ത് സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. കളർ മാറണ്ടാക്കാം, സോഫ്റ്റ് ആയാൽ മാത്രം മതി. സവാള ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കടലയിൽ ഉപ്പിട്ടുണ്ട്, അതുപോലെ തന്നെ കൊഴുക്കട്ടയിൽ ഉപ്പിട്ടുണ്ട്. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പം ചേർക്കാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 തക്കാളി മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലോണം തിളക്കട്ടെ. വെള്ളം ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊഴുക്കട്ടയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഈ മസാലയിൽ ഒന്ന് കുക്കാക്കി എടുക്കണം. കടലയും കൊഴുക്കട്ടയൊക്കെ ചേർത്ത് ഒന്ന് കുക്കായതിന് ശേഷം കുറച്ച് ചെറുകിയ നാളികേരം ചേർക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇഡ്ഡലിപ്പൊടിയും നിങ്ങൾക്ക് വേണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഈ 2 സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളും. ഇഡ്ഡലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഒരു വെറൈറ്റിയും ഹെൽത്തിയും നാടൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.